ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ഒരുപാട് നാളായില്ല, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാടൊക്കെ ആട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും മാങ്ങയൊക്കെ ഉണ്ടാവുമായിരിക്കും. മാങ്ങ ഇപ്പോൾ പഴങ്ങളുടെയൊക്കെ സീസണാണല്ലോ, മാങ്ങ, ചക്ക, അങ്ങനെയൊക്കെ. നമ്മുടെ പ്ലാവിലെ ചക്കയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ചക്കയൊന്നും ആയിട്ടില്ല കേട്ടോ, അപ്പം ഇട്ട് വേവിക്കാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ തറവാട്ടിൽ പോവാണ്. അപ്പോൾ തറവാട്ടിൽ പോകാനായിട്ട് അമ്മേനോടും അനിയത്തിയോടും എല്ലാവരും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൊണ്ട് ആഘോഷമായിട്ട് അവിടെ പോയി ചക്ക ഇട്ടിട്ട് വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം നമുക്കിനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഹലോ ഗൈസ്, അപ്പം സ്വാഗതം. എന്തിലേക്ക് സ്വാഗതം? നമ്മൾ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്മേനെയും കൂട്ടിയിട്ട് ഞങ്ങൾ തറവാട് വീട്ടിലേക്ക് വന്നതാട്ടോ. ഇവിടെ ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ ആന വന്ന് കിട്ടുന്നവരെ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് പഴയ നമ്മുടെ തൊഴുത്തായിരുന്നു. ഇവിടെയായിരുന്നു പശുവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം താഴേക്ക് പോയപ്പോൾ പശുവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീടായിരുന്നത്, വീടും ചുറ്റുപാടും ഈ തട്ട് കാണുന്നത് ആട്ടുംകൂടൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഇവിടെയുള്ളൊരു മംഗൂസ്റ്റാണ്. ഇപ്പോൾ കായാകാനായി വരുന്നതേ ഉള്ളൂ കേട്ടോ. മഴക്കാലമൊക്കെ ആകുന്ന സമയത്താണ് മംഗൂസ്റ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പ്ലാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ മുഴുവനായിട്ടൊന്നും നമുക്ക് തിന്നാൻ കിട്ടിയല്ലോ കേട്ടോ. കുറേയൊക്കെ അങ്ങ് തിന്നും. ഇത് മണ്ടയിലൊരു വലയൊക്കെ കെട്ടിയതാണ്. അതുപോലെ ഊഞ്ഞാലും പിള്ളേർക്ക് കളിക്കാനൊക്കെ ഒരുപാട് സെറ്റപ്പ് കരികളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും വരാൻ പറ്റിയാലും ഇവിടെ ചിലപ്പോഴൊക്കെ ആനയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പകൽ സമയമായതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ ആനയുടെ ശല്യം കൊണ്ടൊക്കെയാണ് ഇവിടുന്ന് പോകാനുള്ള മെയിൻ കാരണം കേട്ടോ. അല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. ജീവിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇതുപോലത്തെ സുഖമാണ്. ആരുടെ ഒരു ശല്യമില്ല. നല്ല ശാന്തമായ അന്തരീക്ഷവും ഒക്കെ ഉള്ളതാണ്. ഇവിടെയാണ് നമ്മൾ പുളിയൊക്കെ ഉണങ്ങുന്നതും. അത് നമ്മുടെ വിറകുവരെയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം ഇട്ടെറിഞ്ഞു പോയതാണ്. ഇത് റംബൂട്ടാനാണ്. അതുപോലെ നമുക്ക് എന്ത് സാധനങ്ങളും ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. കാപ്പിയും ഏലവും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന പോലെ അലക്കുന്ന കല്ലും ഒക്കെ ആട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്നിവിടെ വന്നതാണ്. മെയിൻ ഉദ്ദേശം ചക്ക തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ചക്കയൊക്കെ ഇട്ടതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ചക്ക ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് കാറ് കൊണ്ടുവരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടുന്ന് ആ കാണുന്ന ദൂരം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചക്ക പറിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എനിക്കൊരു ഏലം കിട്ടിയായിരുന്നു കേട്ടോ, ഏലത്തിൻ്റെ തൈ. അപ്പോൾ അതൊക്കെ പറിച്ച് ഞങ്ങൾ പോവാം കേട്ടോ. ഇവിടുന്ന് ആ കാണുന്ന ഒരു കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അനിയത്തി സ്കൂട്ടിയിൽ ചക്ക കൊണ്ടുപോകട്ടെ. എന്നാൽ പിന്നെ ചുമന്നുകൊണ്ട് പോകണ്ടല്ലോ, എളുപ്പത്തിന് വേണ്ടിയിട്ട് അവൾ മുമ്പിൽ ചക്കയായിട്ട് പോയി. ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ നല്ല കാടാണ്. താഴെയൊക്കെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാടായത്. മറ്റേ ആടും പശുവൊക്കെ ഇങ്ങനെ കയറി നടന്നു കഴിയുമ്പോൾ കാടൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ പറമ്പൊക്കെ തന്നെയാണ്, പക്ഷെ മൊത്തം കാട് കയറിയതാണ്. ഈ റോഡ് ഇവിടുന്ന് നല്ല ലെവലിൽ കിടന്ന റോഡായിരുന്നു കേട്ടോ. ഇപ്പോൾ വേറൊരു സ്വകാര്യ വ്യക്തി ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇവിടെ ആരുമില്ലല്ലോ. അപ്പോൾ അവർ സ്വന്തം ഇഷ്ടത്തിന് അവർ റോഡ് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരവരുടെ ലെവലനുസരിച്ച് കയറാൻ പാകത്തിന് റോഡ് പൊക്കി കഴിഞ്ഞപ്പോൾ ലെവലിൽ കിടന്ന റോഡ് മുഴുവനും കുഴിയിലായിപ്പോയി. ഇപ്പം അതൊരു കുറച്ച് മണ്ണിട്ടപ്പോഴാണ് ബാക്കി ഭാഗം ലെവലായത്. പക്ഷേ ഇവിടെ ഇപ്പോഴും ഭയങ്കര കുഴിയാണ്. മൊത്തത്തിൽ കയറ്റമാണ് മൊത്തത്തിൽ ഒരു ലെവലിലായി ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ വണ്ടി കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി ഇവിടെ വെച്ചിട്ട് പോയത് കേട്ടോ. അപ്പം നമ്മൾ ചക്കയൊക്കെ ഇട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു പ്ലാവിലൊരു ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂത്തോ ഇല്ലാതെ അറിയത്തില്ലായിരുന്നു. ഒരുപാട് മണ്ടയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഞങ്ങൾ തിരക്ക് കൂട്ടിയിടും. അവസാനം അത് മൂക്കിയല്ല. അങ്ങനെ ഞങ്ങൾ മൂക്കട്ടെന്ന് ഓർത്ത് വെച്ചിട്ടിരുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ പ്ലാവെ ചക്ക കാണുന്നില്ല. അതെന്താണെന്നറിയില്ല, എന്താ കേടായിരുന്നോ എന്താണെന്നറിയത്തില്ല. അത് മൊത്തത്തിൽ പോയി താഴെ പോയിട്ടോ. അപ്പോൾ മൂത്തൊക്കെ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മുറ്റത്തൊരു മാവുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ മാവിൽ ആകെ 2 മാങ്ങ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊല്ലം വിചാരിച്ചു ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പൂക്കളൊക്കെ അത്യാവശ്യം പൂത്തു കേട്ടോ. പക്ഷേ അതിൽ കായൊന്നുമില്ല. ഇപ്പം ഞങ്ങളെ മാവ് പറ്റിച്ച് ഇപ്പം മാവ് ഉണ്ട് നല്ല ഉഷാറായിട്ട് കിളുത്ത് നിൽക്കുക കേട്ടോ. ഒന്ന് കാണിച്ചിട്ട് മാവ് മൊത്തത്തിൽ കിളുത്തു. കഴിഞ്ഞ കൊല്ലം നല്ലോണം ആർത്താർത്ത് പോവായിരുന്നു. അപ്പോൾ ചേട്ടൻ കയറിയിട്ട് ഒരു വെട്ട് കൊടുത്തു. എവിടെ എന്നിട്ട് യാതൊരു കൂസലും ഇല്ല കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ നല്ല ഉഷാറായിട്ട് കിളുത്തോണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബാക്കി കൃഷികൾ കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പച്ചക്കറി നടാനെ കുറച്ച് താമസിച്ച് പോയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വെച്ചിരുന്ന വിത്തുകൾ മുഴുവനും കുത്തിപ്പോയായിരുന്നു. അപ്പം സമയം റെഡിയാകാഞ്ഞിട്ടാണ് ഇതാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ പയർമിത്തൊക്കെ വാങ്ങി നട്ടതാണ് കേട്ടോ. അപ്പം ഏകദേശം ഇപ്പോൾ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഭയങ്കര അലമ്പായിരുന്നു. മുറ്റത്ത് പച്ചക്കറി നടണമെന്നും പറഞ്ഞു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിർത്തി. നിന്ന് ഏതായാലും ഇപ്പം പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
അപ്പം ഗ്ലാമർ പോരായികയെന്നൊക്കെ പറഞ്ഞാണ് വെച്ചത്. അപ്പം ഞാൻ എളുപ്പത്തിന് പന്തലിട്ടോ കേട്ടോ. വള്ളിയൊക്കെ കെട്ടിയിടുമ്പോൾ നമുക്ക് ഒരുപാട് സമയവും ഒക്കെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ 2-3 കമ്പൊക്കെ കുത്തി കൊടുത്ത് അതിലാണ് ഇപ്പോൾ സെറ്റായിട്ട് നിൽക്കുന്നത് കേട്ടോ. പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് 2-3 പൂവൊക്കെ വിരിഞ്ഞായിരുന്നു കണ്ടോ. കായായിട്ടോ അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഉറുമ്പ് കയറി കൂടിയിട്ടുണ്ട് കേട്ടോ. ഇത് 2 കായുണ്ട്. ഇവിടെ കുറച്ച് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇതേലൊക്കെ കായ ഉണ്ടായി. അയ്യോ ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അതെ കായ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. കായ സത്യത്തിൽ ഇപ്പോഴാണ് കണ്ടത്. പൂവ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വളമൊന്നും ചെയ്യും. വളമൊക്കെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പശു ഉള്ളതുകൊണ്ട് പശുവിൻ്റെ ചാണകവും മൂത്രമൊക്കെ കേട്ടോ വളമായിട്ട് കൊടുത്തിട്ടുള്ളൂ. അല്ലാതൊന്നും കൊടുത്തില്ല. ഇപ്പോൾ ഒരു കേടൊക്കെ തുടങ്ങിയിട്ടുണ്ടോ. പുതുക്കേടുണ്ടോ ഇതേക്കൂടെ. പിന്നെ മെയിനായിട്ട് വരുന്ന 2-3 കേട. ഒന്ന് ഇത് വരും. പിന്നെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഒന്ന് ഇതുണ്ടോ. ഈ ഒരു കേട് വന്നു കഴിഞ്ഞാൽ പയറൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. ഇതുണ്ടോ. ഇത് ഇല പിടിച്ച് കഴിഞ്ഞാൽ ഇല പെട്ടെന്ന് കരിഞ്ഞ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പയറ് പോകും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിന് മരുന്നടിക്കുന്നത് സൾഫർ ഇട്ട് കൊടുക്കാൻ പറ്റുമോ അല്ലേ? സൾഫർ രാവിലെയോ അല്ല വൈകുന്നേരമൊക്കെ ചെറിയ കിഴിക്കകത്ത് കെട്ടിയിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കുക. മഞ്ഞവെള്ളമുള്ള സമയത്ത് ഇതെങ്ങനെ കൊട്ടി കൊടുത്താൽ അത് പൊക്കോളും. അപ്പോൾ അത് ചെയ്യണം കേട്ടോ. അതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഈ പുഴുക്കേട് അതിനും അതൊക്കെ കൊടുത്താൽ പോറുമായിരിക്കും അല്ലേ. പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് മറ്റേ പുകയില കഷായമൊക്കെ ഉണ്ടാക്കിയിട്ട് അടിച്ചാലൊക്കെ നല്ലതാണ്. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇലയ്ക്ക് കേടൊന്നും ഇല്ലാണ്ട് നല്ല നിൽക്കുവാണെങ്കിൽ പയറിന് ആയുസ് ഉണ്ടാവും കേട്ടോ. കുറേ കാലം ഉണ്ടാവും. പിന്നെ ഞാൻ നാടൻ പയറാട്ടോ. വരവ് പയറൊന്നും അല്ലേ. നാടൻ പയറാണ് നട്ടേക്കുന്നത്. നാടൻ പയർ വരവയർ വാങ്ങിയാൽ കിട്ടും. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കായ ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് പോയി പോകും. ഉണ്ടാകുമ്പോൾ നല്ലോണം ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ഈ നട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നേന്ന് പിന്നെ തുടങ്ങണ്ടേ. അതുകൊണ്ട് ഞാൻ സാധാ നാടൻ പയർ കിട്ടാൻ വേണ്ടി കാത്തിരുന്ന കേട്ടോ. അതുകൊണ്ട് കിട്ടിയപ്പോൾ നട്ടു. അപ്പോൾ ഇനി കായൊക്കെ ആയി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഉറുമ്പിനുള്ള മരുന്ന് കൈയടിച്ച് ഉറുമ്പിൻ്റെ അല്ലേ കളിക്ക് വെച്ചിട്ടില്ലേ. അപ്പം ഇത് നമ്മൾ ഈ വളക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കേട്ടോ. ഉറുമ്പ് പൊടി എന്ന് പറഞ്ഞ് കിട്ടും. 70 രൂപ അങ്ങോട്ട് വിളിച്ച് കുഞ്ഞൊരു പാക്കറ്റ്. അപ്പോൾ ഉറുമ്പ് പൊടി എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന കേട്ടോ. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞാൽ എന്താ മെച്ചം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉറുമ്പിനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എല്ലാം ചത്തു പോക്കോളും. അതുപോലെ എന്തൊക്കെ കീടങ്ങൾ അതൊക്കെ ചത്തു പോട്ടോ. എല്ലാ കീടങ്ങളും അല്ല, ഉറുമ്പ്. ഉറുമ്പ് നമ്മുടെ പയറ് കണ്ടില്ലായിരുന്നു. ഉറുമ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും അടിക്കൊന്നും വേണ്ട. നമ്മുടെ മൾബറിയൊക്കെ നല്ലോണം കിളുത്ത് ഇഷ്ടംപോലെ കായൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മൾബറി മൊത്തത്തിൽ വീതം വെച്ചിട്ടുണ്ട്. അതായത് താഴ്ഭാഗത്തുണ്ടാകുന്നതൊക്കെ ഞങ്ങൾക്ക്, മുകളിലുണ്ടാകുന്നതൊക്കെ കിളികൾക്ക്. അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല കേട്ടോ. അവരൊന്ന് തിന്നും എന്തായാലും. അതുകൊണ്ട് മുകളിലേ ഞങ്ങൾ പറിക്കാനൊന്നും പോകാറില്ല കേട്ടോ. അപ്പം നമുക്കുള്ളത് ഈ അടിഭാഗത്തുള്ളതാട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ആര് വന്നു കഴിഞ്ഞാൽ ആദ്യം വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് മൾബറി കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ ചോദിക്കും ഇവിടെ തിന്നാൻ ആരും ഇല്ലയെന്ന് ചോദിക്കും. പക്ഷേ എന്ന് മൾബറിയിൽ ഉള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. അത് എന്നും പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും. ഒരുപാട് കായ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇല്ലാത്തവരൊക്കെ നട്ടു വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.